എന്റെ മോൻ കൊല്ലൂന്ന് ഞാനെപ്പോഴും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു മനസ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല പോലെ, എനിക്കറിയില്ല. ദൈവത്തിന് മാത്രമേ അറിയാം. ദൈവത്തിനും അവന് മാത്രമേ അറിയൂ. എന്റെ മോനും ദൈവത്തിന് മാത്രമേ അറിയാം. എനിക്ക് ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നെടുമങ്ങാട് ആ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു പിഞ്ച് കുഞ്ഞിന്റെ മുഖം ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറുന്നില്ല. അത് വലിയൊരു നൊമ്പരമായിട്ട് തന്നെ ഇപ്പോഴും മനസ്സിൽ ബാക്കിയായിട്ട് കിടക്കുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ജനറേറ്റഡ് ആയിട്ടുള്ള കുറേ പോസ്റ്റ് വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരും. മാക്സിമം സ്കിപ്പ് ചെയ്ത് കളയാനെ കൊണ്ട് ശ്രമിക്കാൻ നോക്കും. കാര്യം എന്ന് വെച്ചാൽ ഇത് പിന്നെയും കാണുമ്പോൾ മനസ്സിനകത്ത് പിന്നെയും ഭയങ്കര ഒരു നൊമ്പരോ വീങ്ങൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലത്തെ ഒരു വേദന കാര്യങ്ങളൊക്കെയാണ് ആ കുഞ്ഞിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോഴേ. അങ്ങനെ ഇരിക്കുകയാണ് ഈ അഷ്കർ എന്ന് പറയുന്ന പുന്നാര മോൻ്റെ ഒരമ്മയെന്ന് പറയുന്ന തള്ളച്ചി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ പെണ്ണുമ്പിള്ളേനെ എന്നെ പറയേണ്ടതെന്നറിയോ? സാധാരണ ഒരു തൻ്റെ മക്കൾ ഇത്തരത്തിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് മാക്സിമം ആ മക്കളെ സംരക്ഷിക്കാനോ ന്യായീകരിക്കാനൊക്കെ അമ്മമാർ ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇങ്ങനൊരു കേസിൽ ഈ പെണ്ണുമ്പിള്ള അതിനെക്കാട്ടി സൂപ്പറാണ്. കാര്യം എന്ന് വെച്ചാൽ മുൻപ് ഈ അഷ്കറിന്റെ ആദ്യ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആദ്യ ഭാര്യനെ ഭിത്തിയിൽ തല വെച്ചടിച്ച പിന്നീട് കോമയിലൊക്കെ ആയിപ്പോകുന്ന ഒരു കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിനകത്ത് ഈ പെണ്ണുമ്പിള്ളൊക്കെ ആണെങ്കിലും ആ ലേഡീനെ ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അങ്ങനെ ചെയ്തേക്കുന്ന ഈ പെണ്ണുമ്പിള അവൻ്റെ കൂട്ട് തന്നെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു പെണ്ണുമ്പിളയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നിട്ട് ഈ അഷ്കറിന്റെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ, അതായത് ഈ കുഞ്ഞിന്റെ അമ്മ, ആ കുഞ്ഞിന്റെ അമ്മയുടെ അമ്മ വന്ന് പറഞ്ഞേക്കുന്ന കാര്യം എന്തായിരുന്നു? തൻ്റെ മകൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെയും കൂടെ ചേർത്ത് ഇതുപോലെ ശിക്ഷിക്കണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു അമ്മ വന്ന് പറഞ്ഞേക്കുന്നത്. കാര്യം ഒരിക്കലും ഒരു മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു ക്രൂരതയാണ് അവർ ചെയ്തേക്കുന്നത്, അല്ലേ? അങ്ങനെ ഇരിക്കെ ഈ അഷ്കർ എന്ന് പറയുന്ന പുന്നാര മോന്റെ തളച്ചി എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ തന്നെ ഈ പെണ്ണുപിള്ളനെ പറയാൻ പറ്റത്തുള്ളൂ. നമുക്കതൊന്ന് കേൾക്കാം. ഈ കൊച്ചിനെ അഷ്കറിന്റെ കയ്യിൽ കൊടുക്കാതിരുന്നത് അടിക്കുമെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ആർക്ക് ഈ അടിക്കുമെന്ന് അറിയാം എങ്കിലും കൊച്ചു കമ്പൊക്കെ വെച്ച് അടിക്കുമ്പോൾ ഞാൻ എൻ്റെ മോനോട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഇവൻ മാത്രമല്ല അടിക്കുന്നത്, അഖിലയും അടിക്കാറുണ്ട്. ഈ കൊച്ചു കുഞ്ഞിനെ കമ്പൊക്കെ വെച്ച് അടിക്കുക എന്ന് പറയുമ്പോൾ ഇതിനിടെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചു കുഞ്ഞ് അടി കൊള്ളാനും മാത്രം എന്ത് തെറ്റാണ് ചെയ്യണത്? നോക്കി നിൽക്കുമ്പോൾ ഇളിക്ക് താഴോട്ടാണ് അടിക്കുന്നത്. അടിക്കുകയും പിക്കുകയും നുള്ളയും ഒക്കെ ചെയ്യും. നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇത് ചെറിയ കമ്പ് പിടിച്ച് അടിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഒരു മാസത്തിനിടെ കൊച്ചിന് 91 മുറിപ്പാടുകളാണല്ലോ. അത് ചെറിയ കമ്പ് വെച്ചടിച്ചാൽ അത് എനിക്ക് അറിയില്ല മോനെ. ഞാൻ വീട്ടിലെല്ലാവരും നിങ്ങൾ 3 പേരും ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളാണല്ലോ. ആ വീട്ടിൽ സംഭവം തുടങ്ങി ചോറ് വാരി കൊടുത്തപ്പോൾ കൊച്ചു ബഹളം ഉണ്ടാക്കി അടിച്ചു എന്നുള്ളതായിരുന്നു ആദ്യം വന്നത്. പിന്നെ നെഞ്ചിൽ ചവിട്ടായി വാരിയലിൽ വരെ 4 ഉടിവുണ്ട്. 91 മുറിവെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന്റെ ഭീകരത മനസ്സിലാവും. മോനെ ഞാൻ ആ വീട്ടിലല്ല. ഇവിടെ ആരുടെ തിരക്കാലും അറിയാം. ഞാൻ പെരുന്നാളിന്റെ തലേദിവസം ഇവിടെ നിന്ന് പോകുന്നത് കണ്ടവരുണ്ട്. ഈ വീട്ടിലാണ് ഞാൻ സ്ഥിരം താമസിക്കുന്നത്. അല്ലാതെ എൻ്റെ മോളെ കൂടെയും മോൻ്റെ കൂടെ അല്ല. ഞാൻ വല്ലപ്പോഴാ പോയി അവിടെ നിൽക്കുമേ ഉള്ളൂ. അതേ സംഭവം നടക്കുന്ന അന്ന് ഈ കുട്ടി മരിക്കുന്നതിന്റെ അന്ന് അവിടെ അഷ്കർ മാത്രം ഉണ്ടായിരുന്നു. അഷ്കറും ഉണ്ടായിരുന്നു. എൻ്റെ മരുമോൻ പനൂര് ആംബുലൻസിലായി. ആദ്യം ഈ പെണ്ണുമ്പിള്ള പറഞ്ഞു ഈ സംഭവം ചെറിയ വടിവെച്ചൊക്കെ ഇങ്ങനെ അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഈ കാര്യം ചോദിച്ചപ്പോൾ നേരെ പ്ലേറ്റ് മാറ്റി. ഇപ്പം ഞാൻ അവിടെ അന്നേരം ആ സമയത്തൊന്നും ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ ഇത്തരത്തിൽ വടിയും കൊണ്ട് അടയ്ക്ക് താഴോട്ടോ എന്തോ ആയിക്കോട്ടെ അടിക്കാനും മാത്രം എന്ത് തെറ്റാണ് ഈ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് ചെയ്യുന്നത്? എത്ര അച്ഛനമ്മമാർ ഇത്തരത്തിൽ ആ പ്രായമുള്ള മക്കളെ ഇത്തരത്തിൽ അടിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യും? ഒന്ന് നുള്ളി നോക്കാനെങ്കിലും ആരെങ്കിലും ശ്രമിക്കൂടെ? ഒരു മനസാക്ഷി പോലും ഇല്ലാത്ത ആൾക്കാർ. എന്നിട്ട് അതൊക്കെ വളരെ നോർമലായിട്ടാണ് പറയുന്നത്. 1.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെ വടിയും കൊണ്ടൊക്കെ അടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബലമായ സംശയമുണ്ട്. ഇവൻ ആഹാരം നിർത്തിയിട്ട് ഇവൻ കസേരയിലിരുന്നാണ് വാരി കൊടുക്കുന്നത്. ആ കയ്യിൽ ഒരു ചുള്ളി കമ്പ് കാണും ഇവന്റെ കയ്യിൽ. കാരണം കുട്ടി അങ്ങനെ ആഹാരം കഴിക്കാറില്ല. അപ്പൊ കയ്യിൽ മേശപ്പുറത്ത് ചോറ് വെച്ചിട്ട് കസേരയിൽ കാല് നീട്ടി വെച്ചിട്ട് ഇവന് നിർത്തിക്കൊണ്ട് വാരി കൊടുക്കും. അത് വിരട്ടിയാണ് ഇവൻ വാരി കൊടുക്കുന്നത്. കൊടുത്ത് അങ്ങനെ നിന്നിട്ട് ഇവന് കഴിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ദേഷ്യം വന്ന് ഇവൻ ചവിട്ടിൽ മറിഞ്ഞ് വിടുന്ന് തീർന്നതാണോ എന്നും എനിക്കറിയാൻ വയ്യ. പട്ടിക്ക് ചോറ് കൊടുത്തിട്ട് പട്ടി തിന്നാത്തതിന്റെ പേര് പട്ടിയെ ചവിട്ടിയേണ്ട കാര്യമല്ല ഈ പറയുന്നത്. ആ കൊച്ചു കുഞ്ഞിന്റെ കാര്യമാണ് ഈ പെണ്ണുമ്പിള്ള വന്നിട്ട് വളരെ സിമ്പിളായിട്ട് ഒന്ന് സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാത്തതിൻ്റെ പേരിൽ വടിയും കൊണ്ടൊക്കെയാണ് നമ്മൾ ചുമ്മാ ആക്ഷനൊക്കെ കാണിക്കുകയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. പക്ഷേ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അടിക്കാനും മാത്രം ചോറ് കഴിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ചവിട്ടിയിട്ട് ഇന്റേണൽ ബ്ലീഡിങ് ഒക്കെ ആയിട്ട് അത്രയും ക്രൂരത ചെയ്തേക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഈ പെണ്ണുമ്പിള എന്ന് പറയുന്നത്. സംഭവിച്ചത്. പക്ഷേ ഇവ ഇങ്ങനെ ചെയ്യുന്നതല്ല ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഇവ കൊലപാതകയായി എന്ന് കേട്ട അതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. എന്റെ മോൻ അങ്ങനെ അല്ലേ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്തുകൊണ്ട് ഒരാ കുട്ടിയെ കൊല്ലാനുള്ള ഒരു മനസ്സ് വന്നെന്ന് കേട്ടാ എനിക്കറിയില്ല എങ്ങനെ സംഭവിച്ചത്. ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവ ഈ കൊച്ചിനെ കൊന്നെന്ന് പറയുന്നത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൊല്ലുവോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അടിച്ചടിയിലേക്ക് കുട്ടി വീഴുന്ന തീർന്നു പോയതാണെന്നും എനിക്കറിയില്ല മക്കളെ. എന്റെ മോൻ കൊല്ലൂന്ന് ഞാനെപ്പോഴും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു മനസ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല പോലെ, എനിക്കറിയില്ല. ദൈവത്തിന് മാത്രമേ അറിയാം. ദൈവത്തിനും അവന് മാത്രമേ അറിയൂ. എന്റെ മോനും ദൈവത്തിന് മാത്രമേ അറിയാം. സീരിയലിൽ ഒന്ന് ട്രൈ ചെയ്യുന്ന നല്ലതായിരിക്കും കേട്ടോ. നല്ല മികച്ച അഭിനയം തന്നെയാണ്. സീരിയലിലൊക്കെ ഇത് പറ്റിയ സാധനം തന്നെയാണ്.
കൂടുതലും അവൻ ആഹാരം കഴിക്കാതെ വിഷമാഹാരം കഴിക്കാറില്ല. ഈ കൊച്ച് നിർബന്ധം പിടിച്ച് കരയും, ചായ അല്ലാതെ വേറെ ഒന്നും കഴിക്കാറില്ല. അങ്ങനെ ആഹാരം കഴിക്കാതെ ആകുമ്പോഴത്തേക്ക് ഇവളും അടിക്കാറുണ്ട്. ഇളിക്ക് താഴെ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവർ അടിക്കണം. ചുള്ളിക്കമ്പ് ഫ്രണ്ടിൽ ഒരു ചെറിയൊരു മരം നിൽപ്പുണ്ട്, ഒരു പൂത്ത് ഉലങ്ങി കിടക്കുന്ന ഒരു മരം വീട്ടിന്റെ ഫ്രണ്ടിൽ, അതിൽ നിന്ന് ഒടിച്ച് കൊണ്ടുവന്നാണ് ഇവർ അടിക്കുന്നത്. രണ്ടുപേരും ഉണ്ട്. പിന്നെ ഇവള് കൊച്ചിന്റെ ശ്രദ്ധയില്ല. അപ്പൊ ആ പൈപ്പിന്റെ മൂടിൽ വെളിയിൽ പൈപ്പുണ്ട്, തുണി നനയ്ക്കുന്ന അലക്കിന്റെ കല്ലുണ്ട്. ആ കല്ലിന്റെ മീതെ കൊണ്ടുവച്ചാണ് ഇവള് ഈ കൊച്ചിന്റെ കയ്യൊക്കെ ഒടിഞ്ഞതിന് ശേഷം ഇവള് കഴിവേ എടുക്കുകയും ചെയ്യണം. അവിടെ തെക്ക് വടക്കുന്ന ചർക്കി അടിച്ച് ഇവളെ കയ്യിൽ നിന്ന് ബാലൻസ് ഇല്ലാതെ കൊച്ചു പലതവണ വീഴുന്നിട്ടുണ്ട്. അതിനും ഞാൻ ഇവളെ വഴക്കല്ല പറയണം, മുട്ടം ചീത്തയാണ് വിളിക്കണം. നീ എന്തിനടി ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എന്തിനു ചെയ്തു മമ്മി, അത് എന്റെ കയ്യിൽ ബാലൻസ് ഇല്ലാതെ ഇവൻ നിൽക്കൂല, കല്ലിൽ കയറി നിന്ന് ഇവൻ ഇങ്ങനെ മലന്ന് പോണതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് ബാലൻസ് ഇല്ലാതെ വിഴുന്നു പോയതാണ് എന്നും ഇവൾ എന്റെ പറഞ്ഞിട്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടും കൊണ്ടുപോകൂലായിരുന്നു അവള്. കൊണ്ടുപോകാതെ വീട്ടിൽ നിന്നപ്പോൾ ഞാനാണ് പറഞ്ഞത് കൊണ്ടുപോകുന്ന വിളിച്ച് പറഞ്ഞ് അനു എന്ന് പറയുന്ന ആ സ്ത്രീയും ഇവളും കൂടെയാണ് പോയത്. എന്നിട്ട് ഇവള് പരിപാടിക്ക് തമിഴ്നാട്ടിൽ പോണേൻ്റെ അന്ന് ഞാൻ ഇവളെ പറയാണ് കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് പോകരുത്. അപ്പോൾ ഈ കുഞ്ഞിന് പനി ഉണ്ടായിരുന്നു, ഒരാഴ്ച കൊണ്ട് ഈ കുഞ്ഞിന് പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അഖിലെ ആശുപത്രി കൊണ്ടുപോയി കാണിച്ച് മരുന്നെല്ലാം വാങ്ങിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അഖിലെ വീട്ടിൽ നിർത്തിയിട്ട് പോകരുത്, കുഞ്ഞിനെ നീ കൊണ്ടുപോ. ഇത്രയും വയ്യാതെ ഇരിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്ക് ആർക്കും ഒന്നും പറയാൻ ഇല്ല, അപ്പം പറ്റൂല. എനിക്ക് വയസ്സാലത്ത് ജയിലിൽ കയറാൻ വയ്യ, ഞാൻ ഇവിടെ കാണൂല. അവളെ ഞാൻ തീർത്ത് പറയുന്നത്, ഞാൻ ഇന്ന് ഒരു ദിവസം നിന്നിട്ട് നാളെ പെരുന്നാൾ കഴിഞ്ഞുടനെ ഞാൻ പോകും, നീ പോയിട്ട് 30-ാം തീയതി പരിപാടിയും കഴിഞ്ഞ് നാട്ടിൽ എത്തോളൂ എന്ന് പറയുന്നു. അതുകൊണ്ട് നീ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആശുപത്രി കാണിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ മരുമോ അവിടെ നിൽക്കായിരുന്നു, എൻ്റെ മരുമോൻ്റെ ഞാൻ 500 രൂപ വാങ്ങിച്ച് കൊടുത്തിട്ട് ഈ കുട്ടിയെ കൊണ്ട് ആശുപത്രി പോകുന്നു പറഞ്ഞ് ഇവള് പോണേൻ്റെ അന്നത്തുള്ള സംഭവമാണ്. ആശുപത്രി പോകുന്നു പറഞ്ഞുകൊണ്ട് ഈ പൈസ വാങ്ങിച്ച് കൊടുത്ത് ഇവൾ ഈ കുട്ടിയെ ഒരുക്കി എടുത്ത് വേഗം തൂക്കി കയറി പോയതാണ്. പിന്നെ ഇതിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സംഭവമാണ്. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും എനിക്ക് ആ കുരുന്നിൻ്റെ അമ്മാന്ന് ആ അപരാധി മോളെ വിളിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ആ ഒരു അപരാധി മോള് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോഴും സ്വന്തം മകൻ ചെയ്തേക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും എവിടെയും അധികമായിട്ട് മെൻഷൻ ചെയ്യണില്ല. മികച്ച ഒരു അമ്മയാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അല്ലേ. ഇത് കറക്റ്റും എൻ്റെ അമ്മായിയമ്മ മരുമോൾ പോലെ ആ ഒരു സ്കീം പരിപാടി ഉണ്ടല്ലോ. അപ്പം ഈ മരുമക്കളെ ഇവരെ ഏത് രീതിയിലാണ് കാണുന്നത്, ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇവരുടെ മൈൻഡ് സെറ്റ് സംഭവങ്ങളൊക്കെ മനസ്സിലായില്ല. സ്വന്തം മോൻ ചെയ്തത് തെറ്റല്ല. ഓക്കെ, സ്വന്തം മോൻ ചെയ്തതിനേക്കാൾ ഉപരിയാണ് മരുമോള് ചെയ്തതാണ് തെറ്റ്. ഓക്കെ, അവളും മറ്റേ മോളാണ്, അവനും മറ്റേ മോളാണ്. ഈ വന്ന് സംസാരിക്കുന്ന ഈ പെണ്ണുമ്പിള്ള അവരുടെ മകൻ ചെയ്തതൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, ഇത് പറയുമ്പം ഇനി ഇവരുടെ ഈ ഫസ്റ്റ് വൈഫ് ഉണ്ടല്ലോ, ഈ അഷ്കർ എന്ന് പറയുന്നവൻ്റെ, ആ പറയുന്ന ആ പെൺകുട്ടി ഇത്രയും കോമയിലായി പോകുന്ന സ്റ്റേജിലോട്ട് കാര്യങ്ങളൊക്കെ എത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇവർ പറയുന്നതായിരിക്കണം. അപ്പം ആ പെൺകുട്ടിയുടെ അമ്മ ഒക്കെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു, സ്ത്രീധനത്തിൻ്റെ ഇതിൻ്റെ പേരിലൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഈ അഷ്കറും അഷ്കറിൻ്റെ അമ്മയും സഹോദരിയൊക്കെ ഇത്തരത്തിൽ വളരെ മോശമായിട്ട് ഇത്തരത്തിലുള്ള ഹറാസ്മെന്റും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുകയും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ബാക്കി ഇവർ പറയുന്നത് കേൾക്കാം. ആദ്യ ഭാര്യ, അതായത് അഷ്കറിന്റെ ആദ്യ ഭാര്യ ഇതേപോലെ ക്രൂരമായി മർദ്ദിച്ച് കോമയിലേക്ക് ആക്കിയിട്ടുണ്ടല്ലോ. അവർ പറയുന്നത് നിങ്ങൾക്ക് അതിൽ പങ്കുണ്ടെന്നൊക്കെയാണ്. അതിനോട് എന്താ പറയാനുള്ളത്? ഈ അഷ്കർ ഇത്തരത്തിൽ എല്ലാവരും മർദ്ദിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണെന്ന് പോലീസും പറയുന്നത്. അത് എനിക്ക് പറയാൻ എൻ്റെ കൂടെ നിന്നപ്പോൾ എനിക്കറിയില്ല. ഈ നാട്ടിലായിരുന്നു അവൻ. ഈ നാട്ടിൽ കല്യാണം കഴിയുന്നവർ ഇവനെ കുറിച്ച് ഇവിടെ തിരക്കിയാൽ ഇപ്പം എങ്ങനത്തെ അവസ്ഥയാണ് പറയുന്നതെന്ന് അറിയില്ല. അവൻ കല്യാണത്തിന് മുമ്പേ ഇവിടെ നല്ലതുപോലെയായിരുന്നു പോയിരുന്നതും, വിളമ്പിനും എല്ലാത്തിനും പോയി പത്രം ഇടാനും എല്ലാത്തിനും നല്ല കുട്ടിയായിട്ടായിരുന്നു നിന്നത്. ഇപ്പം ഇങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നിട്ട് ഇവൻ സ്വയബോധത്തോടെയാണോ അത് ചെയ്യുന്നത്, അത് അവന് മാനസികമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഒരു അന്ന് കല്യാണം കഴിക്കുമ്പോൾ കൊച്ചിന് 18 വയസ്സൊന്നും തരുന്നേ ഉള്ളൂ. ആ സമയത്ത് ആ കുട്ടിയെ തല ഭിത്തിയിൽ വെച്ച് ഇടിക്കുന്നു, 2 ചെവിയും പൊത്തി അടിക്കുന്നു, നിർബന്ധിച്ച് വിഷം കൊടുക്കുന്നു. ഇത് നിങ്ങൾ ആ വീട്ടിൽ കാണാറില്ല? ആ വീട്ടിലല്ല ഞാൻ. അവർ ആദ്യം കല്യാണം കഴിഞ്ഞതുമല്ല, ഞങ്ങൾ പോയി ഈ കൊച്ചിന് ഇവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ അവൻ്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ ആദ്യം കല്യാണം കഴിച്ച് തരില്ല, മോന് പ്രായം കൂടിയവരായിപ്പോയി, അവനിക്ക് വീടില്ല എന്നൊക്കെ ആയിരുന്നു ആദ്യത്തെ പ്രശ്നം അവർക്ക്. അഷ്കർ ഇത്തരത്തിൽ ശാരീരികമായി ബാക്കിയുള്ളവർ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ വിലക്കൊന്നും ചെയ്തില്ല. ആദ്യത്തെ ഭാര്യയ്ക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായി. ഇപ്പോൾ ഈ കുഞ്ഞിന് 91 മുറിവ് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഉണ്ടായതാണ്, 1.5-2 മാസത്തിനുള്ളിൽ ഉണ്ടായതാണ്. ഈ സമയത്തൊന്നും നിങ്ങൾ അറിയുന്നില്ല ഇത്തരത്തിൽ ഈ അഷ്കർ ഈ കൊച്ചിനെ അടിക്കാറുണ്ടെന്നും ആദ്യ ഭാര്യയ്ക്ക് ഇങ്ങനെ സംഭവിച്ചൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല? ആദ്യ ഭാര്യയ്ക്ക് ഇങ്ങനെ അടിക്കും എന്നുള്ളത് എനിക്കറിയില്ല. അതിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളവിടെ പോവാറില്ല. ആരുടെ തിരക്കാലും പറയാം. ഇവർ 2 വീട് മാറി താമസിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല. ഒരു ദിവസം ഞാൻ ഇതുപോലെ ഇവളെ മോനുമായിട്ട് അടികൂടി അവളെ വീട്ടിൽ പോയി നിന്ന്, പാലോട് പോയി നിന്ന് ആ കൊച്ചു നിന്നിട്ട് തിരിച്ചു വന്നതായ സമയത്ത് ഞാൻ അവിടെ പോയി. എൻ്റെ 2 തുണികളൊക്കെ വാരിക്കെട്ടി ഞാൻ അവിടെ പോയിട്ട് 2 ദിവസം നിൽക്കാമെന്ന് പറഞ്ഞ് പോയപ്പം ഞാൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു. നീ പിന്നും വന്നാൽ ഇവിടെ സമാധാനം തരാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെൻ്റെ ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് എന്നെ കത്തിക്കാൻ വരെ ഒരുങ്ങി. ആ പെറ്റീഷൻ ഞാൻ നെടുമങ്ങാട് സ്റ്റേഷനിൽ ഞാൻ ഇപ്പോഴും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി അവിടെ തിരക്കുന്നുണ്ട്. നേരെ നെടുമങ്ങാട് സ്റ്റേഷനിൽ പോയപ്പോൾ അവരെൻ്റെ ശരീരത്തിലെ മണ്ണെണ്ണയും നാറ്റവും എല്ലാം കണ്ട് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ വിട്ട് അവിടെ നിന്നാണ് ഡോക്ടർ എന്നെ നോക്കിയിട്ട് മോളടുത്ത് പറഞ്ഞ് എന്തെങ്കിലും വന്നെന്ന് കേട്ടപ്പം പറഞ്ഞ് മോൾ പറഞ്ഞ് ഓട്ടോയിലാണ് വന്നതെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ടുപോയി ശരീരം മുഴുവനും കഴുകി വൃത്തിയാക്കി ഇവർക്ക് വേറെ ഡ്രസ്സ് വാങ്ങിച്ച് കൊടുത്ത് വേണം കൊണ്ടുപോകാനെന്നും പറഞ്ഞ് എന്നെ രാത്രി എൻ്റെ മരുമോളും എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ട്. അതിൽ പങ്ക് എൻ്റെ മോൻ നോക്കിക്കൊണ്ട് വരെ ഇരുന്നു. എൻ്റെ മോനും അതിനൊരു പങ്കുണ്ടായിരുന്നു. എൻ്റെ മോൻ നോക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള കാര്യം അറിയില്ല. ഈ പെണ്ണുമ്പിള്ളയുടെ അല്ലേ മോൻ? അവൻ ഇതല്ല ഇതിനപ്പുറം ചെയ്തില്ലെങ്കിലേ ഉള്ളൂ. ഇനി ഇതിനെക്കാട്ടി വലിയൊരു സാധനമുണ്ട്. അതായത്
ഈ ആ കോമയിൽ പോയേക്കുന്ന ആ പെൺകുട്ടി ഈ പെണ്ണുമ്പിള്ളേനെ ഇതുപോലെ മണ്ണെണ്ണയൊക്കെ കുറിച്ച് അത്രയും വലിയ സീനായ കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനെക്കാട്ടി വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അടിച്ചിട്ടാണല്ലോ കോമയിലായി പോയത് അല്ലേ. അപ്പം അതിനെപ്പറ്റിയിട്ട് പറയുന്നത് ഇനിയും അടുത്തൊരു സ്കീം കേട്ടോ. ശരി, അഷ്കറിന്റെ ഈ ഒരു പ്രവൃത്തിയെ നിങ്ങൾ എങ്ങനെ കാണുന്നത്? ഈ കുട്ടിയെ മർദ്ദിക്കുന്നതും ഭാര്യയെ മർദ്ദിച്ചതും ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് വരെ നിങ്ങൾ അതിനെങ്ങനെ കാണും? അത് അവൻ ചെയ്തത് തെറ്റ് തന്നെ തന്നെ ഞാൻ പറയുന്നുണ്ട്. അവൻ അങ്ങനെ ചെയ്തത് തെറ്റ് തന്നെ, അത് തെറ്റല്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ മൂത്ത ഭാര്യ എന്ന് പറയുന്ന ആ കൊച്ചിന് ബ്രെയിൻ ട്യൂമറായിരുന്നു. അത് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചാന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ അന്വേഷിച്ച് നമ്മൾ ആ മെഡിക്കൽ കോളേജ് ചികിത്സയിലുള്ള സ്ഥലത്തും പോയിട്ടുണ്ട്. കുട്ടിയെ തലവെച്ചിടിച്ച കോമയിലേക്ക് പോയതെന്നാണ് ഡോക്ടർമാർക്കും പറയുന്നത്. പിന്നെ ബ്രെയിൻ ട്യൂമർ ആണ് എന്നുള്ള കാര്യം എങ്ങനെയാണ്? ബ്രെയിൻ ട്യൂമറായിരുന്നു ആ കുട്ടിക്ക്. അറിയാമെന്നുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും അവർ ഇതിൽ കൂടെ സുഖയില്ല, ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവർ സഹായത്തിന് വേണ്ടി അവർ ഒരുപാട് സഹായങ്ങളും. അങ്ങനെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് മോനെ പൈസ ഇങ്ങനെ സഹായത്തിന് വേണ്ടി പത്രത്തിലും ഇതിലൊക്കെ എങ്ങനെ കൊടുക്കുന്നത്? എൻ്റെ പൊന്നെ പെണ്ണുമ്പോൾ ആ പെൺകുട്ടിക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടാവാതിരിക്കുക അതിനെപ്പറ്റി നമുക്കറിയത്തില്ല. പക്ഷേ അവിടെ കോമയിൽ പോകാനെ കൊണ്ടുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മോനെന്ന് പറയുന്ന പുന്നാര മോൻ കാണിച്ചേക്കുന്ന പരിപാടിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ആ പെൺകുട്ടി ഇത്രയും നാളും കോമയിൽ കിടക്കേണ്ടി വന്നത്. ആ പെൺകുട്ടിയുടെ മുൻപത്തെ രൂപവും ഇപ്പോഴത്തെ രൂപം കാണുമ്പോഴത്തേക്കും അതൊക്കെ കാണുമ്പോഴേ ഓൾറെഡി അവൻ അന്ന് ആ ചെയ്തേക്കുന്ന തന്തയില്ലായ്മയ്ക്ക് അവനെ ശിക്ഷിക്കുകയും കാര്യങ്ങൾ കൃത്യമായിട്ട് പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് ജീവനോടെ കണ്ടേനെ ഇല്ലേ. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ പോലും ഒരു പട്ടിക ചോറ് കൊടുക്കുന്ന പോലത്തെ വർത്താനം ഇവർ പറയുന്നത്. ആ പട്ടിക ചോറ് കൊടുക്കുന്ന പോലെ ഇതുപോലെ ഇത് പട്ടി കഴിക്കത്തില്ല, അപ്പോൾ പടിയും കൊണ്ട് പിടിച്ചിരിക്കും, ഇല്ലെങ്കിൽ ഒരു കാലം കൊണ്ടൊരു ചെറിയൊക്കെ കൊടുക്കും, ആ പട്ടി അങ്ങ് കിടക്കും എന്ന് പറയുന്നത് പോലെയാണ് ഒരു കുഞ്ഞിന്റെ കാര്യത്തിൽ പറയുന്നത്. എടീ, ഒരു മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനം ഇല്ലാത്ത ഇതുങ്ങളൊക്കെ എന്നാണ് പറയേണ്ടത്? പിന്നെ മകനോട് അമ്മയ്ക്കുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് പറയുന്ന വർത്താനം ദയവ് ഇത് ആരും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വന്നേക്കരുതേ. ഓക്കെ, കാര്യം എന്ന് വെച്ചാൽ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മ, ആ അമ്മ എന്ന് പറയുന്ന അവരാധി മോളുടെ അമ്മ, ആ പാവം പുള്ളിക്കാരിയാണ് ആ കുഞ്ഞിനെ കുറച്ച് നാൾ നോക്കിയിരുന്നത്. എന്നിട്ടാണ് ഇവള് വിളിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. ഓക്കെ, ആ കുഞ്ഞിൻ്റെ ശരിക്കുള്ള അച്ഛൻ മരണപ്പെട്ട് പോയിരിക്കുന്ന ആ അച്ഛൻ്റെ കുടുംബമൊക്കെ ആ കുഞ്ഞിനെ ചോദിച്ചിട്ട് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവളുടെ അമ്മ വരെ പറഞ്ഞതാണ് ഇവൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അപ്പം ഇവളെ ശിക്ഷിക്കണം എന്നുള്ള രീതിയിൽ ആ അമ്മ തന്നെയാണ് പറഞ്ഞത്. സ്വന്തം മകളുടെ കാര്യത്തിൽ ആ ഒരു അമ്മ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പം ഈ പെണ്ണുമ്പോൾ എന്ന് പറയുന്നത് സ്വന്തം മകന്റെ കാര്യം പറയുമ്പോഴും ഇല്ല അവള് മരുമോള് അവൾ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നെന്ന്. ഇതുപോലൊരു പെണ്ണുമ്പിള്ളയുടെ മോനായിട്ട് ജനിക്കുമ്പോഴത്തേക്കും ഇതിൽ കൂടുതൽ വേറൊന്നും പറയാനില്ല. ഓക്കെ, എന്നിട്ട് നിന്നങ്ങ് പറയണ വർത്താനങ്ങൾ കൂടുതലായിട്ട് ഒന്നും പറയണില്ല.